ഹായ്, എല്ലാവർക്കും നമസ്കാരം. പലതരം നുണകൾ കേട്ടിട്ടുണ്ട്. കല്ല് വെച്ച നുണകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു മാസ് നുണ, അതും കൊല്ലമാസ് നുണ ആദ്യമായിട്ടാണ് നമ്മൾ കേട്ടത്. പറഞ്ഞത് പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. അതായത് L2E എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ചെറിയ സിനിമയാണ് എന്നായിരുന്നു നുണ. നുണയാ, ഭയങ്കര നുണയാണ്. കാരണം അതിനുശേഷം നിന്നുള്ള അപ്ഡേറ്റ്സ് ഒന്നും വേണ്ട. ലൂസിഫർ ഒരു ചെറിയ പടാണെന്ന് പറഞ്ഞ ആളാണ് പൃഥ്വിരാജ് സുകുമാരൻ. പക്ഷെ ലൂസിഫർ എന്തായാലും നമുക്കറിയാം. അങ്ങനെ എമ്പുരാനിൽ ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, എമ്പുരാൻ അതൊരു ചെറിയ സിനിമയാണ്, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നെല്ലാവരും പറഞ്ഞെങ്കിലും അതിനുള്ള കറക്റ്റ് ഒരു മറുപടി കിട്ടിയത് ഇന്ന് പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ, അതിരാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് 5 മണി 5:36 ആയ സമയത്ത് ഇവരൊരു സാധനം ഇറക്കി വിട്ടു. ഇറ്റ്സ് എ റാപ്പ് എന്ന് പറഞ്ഞു. അതായത് പാക്കപ്പ് ആയി L2 എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ആ പോസ്റ്റർ വെക്കുന്നതിനൊക്കെ മുമ്പ് അതിലുള്ള ഒരു കമന്റ് ഉണ്ട്, ഒരു കിടിലൻ കമന്റ്. ഞാൻ ജസ്റ്റ് ആ കമന്റ് ഒന്ന് വായിക്കാം. 6 രാജ്യങ്ങളിൽ 5 ഭാഷകളിൽ വ്യത്യസ്ത ഷിഫ്റ്റുകളിലായി 2-3 സാധാരണ നടന്മാരടങ്ങുന്ന ഒരു ചെറിയ സിനിമ ലോഡിങ്, എന്നിട്ട് 2 തീ. ഇതായിരുന്നു സംഭവം. ഇതിനെയാണ് പൃഥ്വിരാജ് സുകുമാരന്റെ ഭാഷയിൽ ചെറിയ സിനിമ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ആലോചിക്കുക, 6 രാജ്യങ്ങളിൽ 5 ഭാഷകളിൽ വ്യത്യസ്ത ഷിഫ്റ്റുകളിൽ 2-3 ചെറിയ നടന്മാരടങ്ങിയിട്ടുള്ള ഒരു ചെറിയ സിനിമ, സാധാരണ നടന്മാരടങ്ങിയിട്ടുള്ള ചെറിയ സിനിമ. ആരാണ് ഈ സാധാ നടന്മാർ? 1 സാക്ഷാൽ മോഹൻലാൽ, 2 പൃഥ്വിരാജ് സുകുമാർ, 3 ടൊവിനോ തോമസ്, 4 ഇതിലെ നമ്മുടെ ഇന്ദ്രജിത് സുകുമാരൻ, 5 ഇതിലെ മഞ്ജുവാരുടെ ക്യാരക്ടർ. അത് അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനിയും അത്ഭുതങ്ങൾ ആരോ വരാനുണ്ട്. കാരണം നമുക്കറിയാം ഡോൺലി സാധാ നടൻ ഉണ്ടോ ഇല്ലേ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരുപാട് വലിയ വലിയ നടന്മാരെ പേര് പറഞ്ഞ് കേൾക്കുന്നു. ഡോൺലി ആണെങ്കിലും ഇക്മാനിലെ പുള്ളിക്കാരനാണെങ്കിലും പുള്ളിക്കാരനെ ഡോണിയൻ ആരാണെങ്കിലും അതിലേക്ക് നമുക്ക് വരാം. 5:30 ഞെട്ടിച്ചു എന്ന് പറഞ്ഞ സാധനം എന്തേ ഇതാണ്. അല്ല, എന്താ പോസ്റ്റർ! ഇതിന് മുമ്പ്, കുറെ മുമ്പ് ലാലേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന പുറകിൽ നിന്നുള്ളൊരു സാധനം പുറത്തുവിട്ടുണ്ടായിരുന്നു. കുറെ AK-47 അടക്കമുള്ള വലിയ വലിയ ഏതൊക്കെയോ ഗണ്ണും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഹെലികോപ്റ്ററൊക്കെ ഉള്ള ഒരു സംഭവം. അത് മാരക സാധനമായിരുന്നു. അതിനുശേഷം ഒരു ഡ്രാഗണയും പുറത്ത് ഒട്ടിച്ചു വിട്ടിട്ട് ഏതോ ഒരാളുടെ പുറകു വശം തന്നു. അതിന്റെ പേരിൽ ഇവിടെ നടക്കാത്ത ചർച്ചകളില്ല. വരാനിനി ഇന്റർനാഷണൽ പോട്ടെ, യൂണിവേഴ്സിൽ ഒരു നടനില്ല. അത്രയും ആളുകളുടെ പേര് ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടു. ഇന്ന നടൻ ഇന്ന നടൻ ഇന്ന നടൻ എന്ന് പറഞ്ഞിട്ട് ഇക്വലൈസറിൽ നടനുണ്ടല്ലോ, പുള്ളിന്റെ പേര് എനിക്ക് അറിയാനായിട്ടാണ്. കീട്ടലൻ സിനിമയാണ്, പുള്ളിക്കാരൻ വരെ പറഞ്ഞു കേൾക്കുന്നു. സോ അങ്ങനെ വലിയ രീതിയിലൊരു ഹൈപ്പ് ഓൾറെഡി L2E എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലൂസിഫറിന്റെ സീക്വൽ ആണെന്നുള്ളതിന്റെ അത് തന്നെ വലിയൊരു ഹൈപ്പാണ്. ലാലേട്ടന്റെ ഇത്രയും വലിയൊരു ഹിറ്റ് മൂവിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ഹൈപ്പ് വേറെ കിട്ടാനില്ല. പോരാത്തിന് പൃഥ്വിരാജ് സുകുമാരൻ വീണ്ടും ഡയറക്ട് എന്ന് പറയുമ്പോൾ ഹൈപ്പ് 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 ഇങ്ങനെ ഓരോ പ്രാവശ്യം കൂടി 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 എങ്ങടാ പോണേന്ന് പോലും പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയ സിനിമയാണ് L2E. ഇപ്പൊ ഈ തന്നിട്ടുള്ള പോസ്റ്റർ ഒന്ന് ഒന്ന് നോക്കുക. വേൾഡ് വൈഡ് റിലീസ് ഓൺ March 27. താഴെ കുറെ പട്ടാളക്കാര്. ഈ ലേഡി ഇത് ആരാന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോലും കിട്ടുന്നില്ല. ഇപ്പൊ നമുക്ക് അറിയാത്ത ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും എന്താണ് ഈ പോസ്റ്റർ? ഇത് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യം, ലാലേട്ടൻ ഈ ഒരു പട്ടാളക്കാരനാണോ, ഒരു ആർമി ഓഫീസർ ആണോ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അതെനിക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ കമന്റുകളൊക്കെ നിങ്ങൾ വായിക്കണേ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ എല്ലാവരും ലൈക്ക പ്രൊഡക്ഷൻസ്, പൃഥ്വിരാജ് സുകുമാരൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ തുടങ്ങി ഇവരൊക്കെ ഇത് പോസ്റ്റ് ഇട്ടു. കൂടാതെ സാക്ഷാൽ ലാലേട്ടൻ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ സെയിം സാധനം റാപ്പാണെന്ന് പറഞ്ഞിട്ട്. ഇതിന്റെയൊക്കെ താഴെ മൊത്തം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കമന്റിലും കാണാൻ സാധിക്കുന്ന ഒരു സാധനമുണ്ട്, കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. അതായത് ലാലേട്ടനെ പിടിക്കാൻ, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷി അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം വാട്ട് എവർ, അതിനെ പിടിക്കാൻ, അദ്ദേഹത്തിനെ പിടിക്കാൻ പട്ടാളം വരെ ഇറങ്ങി തുടങ്ങി. എന്തായിരിക്കും അപ്പൊ അവസ്ഥ എന്ന്. ഇത് 2 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ലാലേട്ടന്റെ ആ ഒരു കഥാപാത്രം ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ, ഡോൺ, ഹൈയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ, അയാളെ പിടിക്കാൻ പട്ടാളം വരെ ഇറങ്ങി എന്നുള്ളത് ഓക്കെ. നേരെ തിരിച്ച് ഇയാളെന്നെ ഇനി പട്ടാളമാണെങ്കിലോ എന്നൊരു ചിന്തയും അവിടെ ഉണ്ട്. പല ആളുകളും അത് പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി ഇയാൾ പട്ടാളമാണെങ്കിലോ, ഇയാൾക്ക് ഒരു എന്തെങ്കിലും മിഷൻ ഭാഗമായിട്ട് കാര്യങ്ങളാണെങ്കിലോ. നമ്മൾ ഈ മിഷൻ, പട്ടാളം അല്ലെങ്കിൽ ഏജന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പല പടങ്ങൾ ഓർമ്മയ്ക്ക് വരും. പക്ഷെ അങ്ങനെ ആവില്ല എമ്പുരാൻ എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് ലൂസിഫറിലൂടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഒരു സിനിമ എങ്ങനെ മേക്ക് ചെയ്യുന്നു, എവിടെ കൈയടിപ്പിക്കണം, എവിടെ ഗൂസ് ബംസ് വരണം. ഒരു ഡയലോഗ്, ഇപ്പൊ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ്, അത് വെറുതെ ബൂസ്റ്റ് ചെയ്ത് കുറെ BGM കയറ്റി ഭയങ്കര സംഭവമായിട്ട് തരാൻ ശ്രമിച്ചിട്ടില്ല. ലാലേട്ടന്റെ കണ്ണുകൾ, ആ കൺപീലി അടക്കാതെയുള്ള നോട്ടം, അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള വളരെ പക്വമായ രീതിയിലുള്ള ഡയലോഗ് ഡെലിവറി, ഒന്നും വേണ്ട.
കർഷകനല്ലേ മാഡം ഒന്ന് കള പറക്കാൻ ഇറങ്ങിയതാന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് ഹെവി ആക്കി പറഞ്ഞ് ചിലപ്പോൾ കയ്യിൽ പോകും. ആ ലാലേട്ടൻ്റെ ഒരു മീറ്റർ ഉണ്ട്, ആ മീറ്ററിൽ കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്ത് അതെങ്ങനെ ക്യാപ്ചർ ചെയ്യണോ, എവിടെ ക്യാമറ വെക്കണോ, ഏത് രീതിയിൽ അത് പ്രസന്റ് ചെയ്യണോ, അത് 10% അത് അങ്ങനെയാണ് പെർഫെക്ഷൻ, ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് തോന്നുന്ന രീതിയിൽ പൃഥ്വിരാജ് സുകുമാരൻ അത് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്ത് അതിൽ ദീപക് ദേവിന്റെ കുറച്ച് മ്യൂസിക്, കൊടുക്കേണ്ട സ്ഥലങ്ങളിലുള്ള പാട്ട്, മറ്റു നടന്മാരുടെ റിയാക്ഷൻ എല്ലാം കൂടെ വന്നപ്പോൾ അത് ഒരു വൻ സാധനമായി. അപ്പൊ ഒരു സിനിമ എങ്ങനെ തരണം, ഇത്തരത്തിലുള്ള മാസ് കൊമേഴ്ഷ്യൽ വലിയൊരു സ്കെയിലുള്ള പടം ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്ന് അവർക്ക് അറിയാം. അത് നമ്മൾ ലൂസിഫർ എന്ന് പറഞ്ഞ ഒറ്റ സിനിമയോട് തന്നെ നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ചോദ്യം ഇതേ ഉള്ളൂ, ലാലേട്ടനെ പിടിക്കാൻ പട്ടാളം ഇറങ്ങിയോ അതോ ലാലേട്ടൻ തന്നെ പട്ടാളമാണോ? അതിനുള്ള ഉത്തരം മാർച്ച് 27 നമുക്ക് കിട്ടും എന്ന് തന്നെ വിശ്വസിക്കാം. ഇനി ഈ പോസ്റ്റിന് ശേഷം ലൈക്ക പ്രൊഡക്ഷൻസ് ഇട്ടുള്ള ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് കമന്റ് ഉണ്ട്, കേട്ടെല്ലാം കമന്റ്. ഇവിടെ എന്റർടൈൻമെന്റ് കിഴിയുടെ സ്വന്തം റഫാത്ത് വരെ ഇവിടെ ഒരു വൻ കമന്റ് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഈ പോസ്റ്റർ ഇട്ടിട്ട് താഴെ എഴുതിയിട്ടുള്ളതാണ്, ദാറ്റ്സ് എ റാപ്പ് ടേക്കപ്പായി at 5:35 AM 5:35 AM ടുഡേ by the banks of the Malampuzha Reservoir. We can the final shot of L2E Empuran. See you in theaters on 27th March 2025. 2025 കാണാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മലമ്പുഴയിലാണ് 2 ആഴ്ച മുമ്പായിരുന്നു ലാലേട്ടന്റെ ഒരു ഷൂട്ട് കഴിഞ്ഞത് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അതായത് ലാസ്റ്റ് ഇപ്പൊ ഫൈനൽ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഈ ഒരു സീൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിലേക്ക് അങ്ങനെ സംഭവം ഉണ്ട്. ഇതിന്റെ ഫൈനൽ ഷോട്ട് എന്ന് പറയുന്നത് ഈ പട്ടാളക്കാരുടെ ഇങ്ങനെ വരുന്ന സാധനമാണെങ്കിൽ തേർഡ് പാർട്ട് അപ്പൊ എന്തായിരിക്കും? തേർഡ് പാർട്ട് ഉണ്ടല്ലോ, ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ അവർ നിർത്താൻ സാധ്യതയില്ല, മിക്കവാറും തേർഡ് പാർട്ടിലേക്ക് അപ്പൊ വരാം. അയ്യോ, എന്തായിരിക്കും അവർ കാണിച്ചു വെച്ചിട്ടുണ്ടാവുക? രോമാഞ്ചം. അപ്പൊ ഓക്കെ, തേർഡ് പാർട്ട് പ്രതീക്ഷകളൊക്കെ അവിടെ നിൽക്കട്ടെ, സെക്കൻഡ് പാർട്ട് കേട്ടെ, എന്നിട്ടല്ലേ ബാക്കി. ഇനി ഇതിന്റെ കുറച്ച് കമന്റുകളുണ്ട്. കമന്റ് നല്ല കീടിലം കമന്റ്സ് ആണ്. ആദ്യം തന്നെ ലാലേട്ടന്റെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ ഫസ്റ്റ് കാണുന്ന സംഭവമാണ് എന്റർടൈൻമെന്റ് കിഴിയിലെ റഫാദ് ബ്രോന്റെ മച്ചാന്റെ കമന്റ് ആണ്. ഇനി അവന്റെ വരവാണ്, ലോകത്തെ കീഴടക്കിയവന്റെ വരവ്. ലോകത്തെ കീഴടക്കാനല്ല, കീഴടക്കിയവന്റെ വരവ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സംഭവം ശരിയാണ്, ഓൾറെഡി അദ്ദേഹം ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പൊ ഇത് എങ്ങനെ കീഴടക്കി അത് മാത്രമേ നമുക്ക് ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. അതാണ് ആദ്യത്തെ കമന്റ്. 2, 15-ാം വയസ്സിൽ ഇവിടുന്ന് കാണാതായ നീ പിന്നീടുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു എന്ന് എന്താണ് ഉസ്തപ്പാനെയാണോ അങ്ങനെ എന്താണ് വിളിക്കണതില്ലേ, നമ്മുടെ ഫാസിലിന്റെ അച്ഛൻ കഥാപാത്രം, പള്ളിയിലച്ഛൻ പ്രീസ്റ്റ്, ആ ചോദിച്ച ചോദ്യം അത് കറക്റ്റാണ്. 15-ാം വയസ്സിൽ മുങ്ങിയ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന എബ്രഹാം ഖുറേഷി, അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം, പുള്ളിക്കാരൻ 26 വർഷങ്ങൾ എവിടെയാണെന്നുള്ളതിന്റെ മറുപടി ആയിരിക്കാം ഒരു പക്ഷേ ഈ സിനിമ. അതും തേർഡ് പാർട്ട് ഉണ്ടെങ്കിൽ 26 വർഷത്തൊന്നും പറയാൻ സാധ്യതയില്ല. എന്തായാലും അല്ലട്ടോ, 26 വർഷം എവിടെയെന്ന് കാണിച്ചു തരും, പിന്നീടുള്ളതായിരിക്കും തേർഡ് പാർട്ടിൽ വരാം. ഇത് സീക്വൽ, അത് പ്രീക്വൽ. ഓക്കെ, എനിവേ നെക്സ്റ്റ്, ഇനിയാണ് ആരംഭം എന്നാണ് എഴുതിയിരിക്കുന്നത്. കറക്റ്റാണ്, ഇനിയാണ് ആരംഭം. മറ്റു തുടങ്ങി വെച്ചിട്ടുള്ളൂ, ഇനിയാണ് യഥാർത്ഥ തുടക്കം. നെക്സ്റ്റ് കമന്റ്, മോളിവുഡിന്റെ സകല റെക്കോർഡുകൾക്കും വിട, ഹി ഈസ് കമ്മിങ്. ഇത് പല സിനിമകളും, വലിയ ഹൈപ്പിൽ വരുന്ന പല സിനിമകളും നമ്മൾ കാണും, മോളിവുഡിന്റെ സകല റെക്കോർഡുകൾക്കും വിടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും പൊതുവെ സംഭവിക്കാറില്ല. പക്ഷെ ഇവിടെ ഈ കമ്പനിക്ക് പ്രാധാന്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം L2E Empuran അത് വരുമ്പോൾ പക്ഷേ മോളിവുഡിൽ നിലവിലുള്ള എല്ലാ റെക്കോർഡുകളെയും തകർത്തെറിയുമെന്നാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത്. പോരാത്തിന് വല്ല ഡോൺലിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചത് എന്തായിരിക്കും പടത്തിന്റെ ഒരു റേഞ്ച്. അടുത്ത കമന്റ്, എന്റെ പൊന്നു രാജുവേട്ടാ, ഇതാണോ ചെറുത്, ഇത് വലുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, അതന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കുള്ളത്. അല്ല മിസ്റ്റർ പൃഥ്വിരാജ്, ഇതാണോ ചെറിയ പടം? ഇങ്ങനെയാണോ മലയാളത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ പടം നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് വലുത്, ഞങ്ങൾക്കിത് മനസ്സിലായി, ഇനി മേലാറാന്നോണം പറയരുത്. പിന്നെ പൃഥ്വിരാജിനും അറിയാം ഇത് ചെറിയ പടം എന്ന് പുള്ളി പറഞ്ഞു. അതായത് പുള്ളിന്റെ ഹംബിൾനെസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ പക്ഷെ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് പൃഥ്വിരാജ് കുറച്ച് ബുദ്ധിയുള്ള ആളാണ്. അയാൾക്ക് അറിയാം എന്ത് പറയണം, എങ്ങനെ പറയണം, ഏത് ഹൈപ്പിൽ കയറും, ഏത് വലിയ ചർച്ചയാവും എന്നുള്ളത്. പൃഥ്വിരാജ് ഇത് വലിയൊരു പടമാണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഹൈപ്പിന്റെ 10 ഇരട്ടി ഹൈപ്പാണ്. അദ്ദേഹം വന്നിരുന്ന ഒരു ഇന്റർവ്യൂവിൽ ഇത് ചെറിയ സിനിമയാണെന്ന് പറഞ്ഞാൽ കിട്ടുക. കാരണം ചെറിയ സിനിമയാണെന്ന് പറഞ്ഞ് ഇറക്കിയ സാധനമാണ് ലൂസിഫർ. ഓൾറെഡി ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ട്. അത് അറിയുന്ന ആൾ തന്നെയാണ്, ഭയങ്കര അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. പുള്ളി ഇത് അറിയാത്തൊന്നുമല്ല, മനഃപൂർവ്വം പറഞ്ഞതാണ് ഇത് ചെറിയ സിനിമയാണ്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല. അപ്പോ ഈ ഒരു ചെറിയ സിനിമ L2E Empuran എന്ന് പറഞ്ഞ ചെറിയ സിനിമ മാർച്ച് 27 തിയേറ്റേഴ്സിലെത്തും.
മാക്സിമം ഇതിന്റെ ആദ്യത്തെ FDFS ഫസ്റ്റ് ഫാൻ ഷോ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അത് നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കും. ഇൻഷാ അല്ലാഹ്. കാണാൻ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിരിക്കും, അതിന്റെ റിവ്യൂ പറഞ്ഞിരിക്കും. അപ്പോ നിങ്ങൾ എത്ര പേർ L2 ഇത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നുള്ള കമന്റ് രേഖപ്പെടുത്തുക. കൂട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം, കുറച്ചെങ്കിലും ആൾ വരും, വെറുതെ ഹൈപ്പ് കൊടുക്കരുത് പ്ലീസ്. ദയവായി മനസ്സിലാക്കുക, ഇത് മറ്റു സിനിമകൾ പോലെ അല്ല. L2 ഹൈപ്പ് കൊടുക്കാനുള്ളത് ഉണ്ട്, ഇത് ഹൈപ്പ് കൊടുക്കാനുള്ള സാധനം ഉണ്ട്. നമ്മൾ മനഃപൂർവ്വം ഇന്ന് ഹൈപ്പ് കയറ്റിയേക്കാം എന്ന് പറഞ്ഞ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നും മോഹൻലാലിന്റെ ഈ പടത്തിനില്ല. മോഹൻലാലിന്റെ ഒരു പടത്തിനും ഇല്ല. ലാലേട്ടനാണ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്താണ്? ഇവിടെ പൃഥ്വിരാജന്റെ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞ് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും, എന്റെ നടൻ മോഹൻലാലാണ്, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതിനേക്കാൾ ഒരു കച്ചവട സാധ്യത ഉണ്ടോ? ഇതിനേക്കാൾ ഒരു പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിനേക്കാൾ വലിയ ഹൈപ്പ് ഉണ്ടോ? ഇല്ല. അത് ദയവായി ഇതൊന്നും മനസ്സിലാക്കണം. പോരാത്തതിന് ലൂസിഫർ പോലൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതും ഇമാതിരി പോസ്റ്റേഴ്സ് തരുന്ന സമയത്ത്, ഡോൺലിയുടെ വരെ പേരുകൾ വരുന്ന സമയത്ത് ഹൈപ്പ് എന്നെപ്പോലും ചെറിയ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ പറഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ കമന്റ് മാത്രം ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ വലിയ സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അത് വീഡിയോ കാണാം. കാണുന്നവരെ